നരിവേട്ട എന്ന് പറഞ്ഞ സിനിമയിലെ മുത്തങ്ങ സമരമില്ലേ, അത് വരും തലമുറയിൽ ഈ സിനിമയിൽ എത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ട് ഈ സിനിമ? അതാണ് നമ്മൾ ഓൾറെഡി പല സ്ഥലത്തും പറഞ്ഞാണ്, നമ്മളിതൊരു പെർട്ടിക്കുലർ ഇൻസിഡൻസിനെ പിക്ക് ചെയ്തൊരു ഡോക്യുഫിക്ഷൻ അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി ചെയ്യുന്നതല്ല ഇത്. ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് മുന്നിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് ഒരുപാട് ഇൻസിഡൻസിനെ പിക്ക് ചെയ്തിട്ട് നമ്മളെടുത്ത ഒരു സിനിമാറ്റിക് ലിബർട്ടിയാണ് ഈ സിനിമ. എന്നാൽ നിങ്ങൾക്കിതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ കാണാൻ പറ്റും. അത്തരം സൂചനകൾ ഈ സിനിമയിലുണ്ട്. നീതിപൂർണമായ സമീപനമാണത്. ഇപ്പം മുത്തങ്ങ സമരമായിക്കോട്ടെ, ചങ്ങര സമരമായിക്കോട്ടെ, അങ്ങനെ പൂയംകുട്ടി മുതലുള്ള സകല സമരങ്ങളോടും ഐക്യപ്പെടുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിലെ കണ്ടന്റുകളെ പൂർണ്ണമായും തന്നെയാണ് നമ്മൾ സമീപിച്ചിരിക്കുന്നത്. അതിൽ ഇന്നൊരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് എന്നുള്ളത് നിങ്ങൾ ആ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയിരുത്തലിന് വിട്ടിരിക്കുകയാണ് എന്നതാണ് ഈ സമയത്ത് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ വൈനവും ഇവിടെ? കാരണം 2003 വലിയൊരു ടെറർ നമ്മൾ വാർത്തകളിലൂടെ ആയാലും നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഒരു വലിയൊരു ടെററായിരുന്നു അത്. അത് പിന്നെ ഓർമ്മപ്പെടുത്തുക, തിയേറ്ററിൽ ഇങ്ങനെ ഒരു സ്ക്രീനിങ്ങിലൂടെ കൊണ്ടുപോകുക, എന്ത് പ്രാധാന്യമാണ് അതിനോട് ഉദ്ദേശിക്കുന്നത്? അല്ല, വീണ്ടും നിങ്ങൾ മുത്തങ്ങ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2003 സംഭവിച്ച മുത്തങ്ങ ഇൻസിഡൻറ്റും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അത് മുത്തങ്ങ സമരത്തെ തന്നെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ സംഭവത്തെ ഡോക്യുമെൻ്ററി ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. നമ്മൾക്ക് മുൻകാലങ്ങളിൽ നടന്നിരുന്ന മഹാരഥന്മാരായിട്ടുള്ള സംവിധായകർ, എഴുത്തുകാർ, ഇപ്പോൾ MT സാറ്, IV ശശി സാറ്, ഇപ്പോൾ രഞ്ജി പണിക്ക് സാറ് ഒക്കെ അതാത് കാലത്തെ രാഷ്ട്രീയ വിഷയങ്ങളെ പരോക്ഷമായും പ്രത്യക്ഷമായും വിമർശിച്ച സിനിമകൾ ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ബോധ്യങ്ങൾ വെച്ച് അബിൻ ആണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. അബിൻ്റെ തിരക്കഥയ്ക്ക് യോജിച്ച തരത്തിൽ എൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങളും സാമൂഹിക ബോധ്യങ്ങളും മാനവിക ബോധ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സിനിമ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അത് തീർത്തും ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻറ്റ് പാക്കേജും കൂടി ആ സിനിമയിലുണ്ട്. അതിൻ്റെ സ്കെയില്, അത് എക്സിക്യൂട്ട് ചെയ്ത ലെവൽ, ഇത്രയും ടെക്നീഷ്യൻ, ബാവയ്ക്ക് അടക്കം ഉള്ള ഷമീർ, ജയ്ക്സേട്ടൻ, രംഗേട്ടൻ, അതുപോലെ അഭിനയിച്ചിരിക്കുന്ന ടൊവി, സുരാജേട്ടൻ, ചേരൻ സാർ, അങ്ങനെ പ്രേംവദ, ആര്യ, പ്രണവ്, അങ്ങനെ നിരവധിയായിട്ടുള്ള ടെക്നീഷ്യന്മാരുടെയും ആർട്ടിസ്റ്റുകളുടെയും പരിശ്രമ ഫലമായി ഉണ്ടാകുന്ന ഒരു വലിയ സ്കെയിൽ സിനിമയായിട്ടാണ് ഇതിനെ നിങ്ങൾ റീഡ് ചെയ്യേണ്ടത്. അതിൻ്റെ അകത്തുള്ള വരികൾക്കിടയിലുള്ളത് നിങ്ങൾ തിയേറ്ററിലിരുന്ന് കൃത്യമായി നിങ്ങളൊരു ഊഹം വെക്കുന്നതിനപ്പുറത്ത് തിയേറ്ററിലിരുന്ന് നിങ്ങൾ കണ്ടിട്ട് അതിൽ നിങ്ങൾക്ക് എന്ത് റീഡിംഗ് ആണ് കിട്ടുന്നതിനുള്ള ചോദ്യങ്ങളെ ഉത്തരം പറയുന്നതായിരിക്കും കുറച്ചും കൂടി നമ്മുടെ ഭാഗത്ത് സത്യസന്ധമാവുക എന്നാണ് ഈ സമയത്ത് നമുക്ക് തോന്നുന്നത്.